വീണ്ടും കൂട്ടാനുള്ള ആർത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പേടിയും ഭയവും ഒന്നും വേണ്ട, നല്ലതുപോലെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരുത്തന്റെ വീട്ടിലും പോയി പിരിവെടുക്കണ്ട, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? ഒറ്റ കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ ചെയ്യും, എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പെണ്ണുമ്പളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. നീ ചെയ്താ നിന്റെ കുടുംബവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്യോ? ചെയ്യാന്ന് നിയത്തിന്നവർ കൈവക്ക്. കാക്ക പേടിക്കണ്ട, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഉമ്മ പറയാ ഇങ്ങനെ ഊരാനെങ്ങാണ്ട് തുടങ്ങാൻ പോവാന്ന്. ഇല്ലുമ്മ ഇട്ടോ, സ്വർണത്തിന് ഭയങ്കര വിലയാ. താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോന്നടി മോതിരൊക്കെ മുറുകെ പിടിച്ചോളാൻ. ഒരു കെട്ടിയവും പറയാ, അങ്ങാര വഴുതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ, അങ്ങാര് കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുമെന്ന്. ഇതാ അവസ്ഥ. ഇപ്പൊ വഴുതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാ മതി. കാരണം എന്തേ? പോയാ ഊരി കൊടുക്കുന്നു. നിങ്ങളുടെ ആരുടെ 5 നയാ പൈസ നമുക്കൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ ഇപ്പൊ ചിലര് നിർത്താറായോടാ മീനെ? 11 ആയതല്ലേ ഉള്ളൂ, പിന്നെന്താ വാറ്റി നോക്കണേ? ഞാൻ എത്ര സമയം പറഞ്ഞു? 11:30 വരെയല്ലേ സമയം പറഞ്ഞേ? ഇപ്പോഴേ ഇങ്ങനെ ചവിട്ടിയാലേ നിൽക്കാൻ പറ്റത്തുള്ളതായിരിക്കും. അതാണോ? ഇപ്പോഴേ തുടങ്ങിയാലല്ലേ 11:30 നിർത്താൻ പറ്റും. ഇല്ല, ഞാൻ 11:30 നിർത്തിയേക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും നേരെ ഇരുന്ന് പ്രസവവാർത്തല്ലത്, എല്ലാം നേരെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് 2 ലാഭം തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരൊക്കെ രാജ്യം ഭരിച്ചാലും, എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ അത് ബാധിക്കൂല. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ? ഏത് കാര്യമെന്നറിയുമോ? أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقه والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുകയാ, സിറാജെ, നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം, എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹ് പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് പറയുകയാണ്, നീ തേടി നടക്കണ്ട സിറാജെ. നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റാസിക്ക്, ഞാനാ തരുന്നവൻ, ഞാനാടാ നിന്റെ റബ്ബ്. നിന്നെ പടച്ചത് ഞാനാടാ, നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ. തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടിക്കാനുള്ള ഭക്ഷണം ആര് തരും? ഉറക്കെന്ന് പറഞ്ഞ ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരൂല്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദെ? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയാ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ കവറിന്ന് പാഴ്സൽ അയക്കോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പൊ ആരാ കൊടുക്കണേ? പറദാത്തമാരാരാ കൊടുക്കണേ? അല്ലാഹ് എന്താ ഇപ്പൊ ഇല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ.
കാലുണ്ടാ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അള്ളാഹ്. മാറ്റാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു